Hello guys, good morning Chappu. Irshad, good morning. Good morning. Akhil. ഇതാണ് നമ്മളെ പഞ്ചാബിലെ മുത്തുമണി. ഇന്നലെ നൈറ്റ് ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്, അപ്പോൾ പിന്നെ വ്ളോഗ് തുറക്കാൻ കഴിഞ്ഞില്ല. ഇനി റൂമിലെ വിശേഷങ്ങളൊക്കെ ചെക്കൻ്റെ നല്ല വളരെ ആതിഥേയത്വം അല്ലേ, അതിഗംഭീരമായിരുന്നു. ആതിഥ്യ മര്യാദ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്, പക്ഷേ ചെറിയാപ്പൂ വിചാരിച്ച ഫുഡൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യും, നമ്മൾ ആ കൺഫ്യൂഷനിലാണ് ഇപ്പം. ചെറിയാപ്പൂവിന് ഫുഡ് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ഏയ് വാട്ട് ബ്രോ. മുകളിൽ കിച്ചൺ ഓപ്പൺ അല്ല, അപ്പോൾ താഴത്തോട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് വി ഓർഡർഡ് ആലു പറാത്ത ആൻഡ് ടീ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അതിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇർഷാദിനെ ധരിപ്പിക്കുകയാണ്. റൈത്തൻ ഈ ആലു പറാത്ത ഈസ് ഹിയർ. ദിസ് ഈസ് ആലു പറാത്ത. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചെറിയാപ്പൂ നോട്ട് ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ചായ് ഇപ്പോൾ വരും. അപ്പോൾ വി ആർ ഈറ്റിംഗ് നൈസ്. ഓ വെരി ഹോട്ട് യാർ, ബ്യൂട്ടിഫുൾ. ആലു പറാത്ത രണ്ട് വാക്ക് സംസാരിക്കുമോ? ആലു പൊറോട്ട നമ്മുടെ നാട്ടിൽ കോമൺലി കിട്ടുന്ന ഒരു ഫുഡല്ല. ആലു പൊറോട്ട മെയിൻലി ഡൽഹി, ഹരിയാന അവിടുത്തെ ഫുഡാണ്. എന്തൊക്കെ ഇതിലുണ്ടാവും? ഇത് സാധാരണ നമ്മുടെ ചപ്പാത്തി, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു ലെയർ ആക്കിയിട്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ആലു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അച്ചാറല്ലേ, പിന്നെ അച്ചാറും പിന്നെ ദഹിയാണ് അതിലെ മെയിൻ കോമ്പി. ദഹി ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. സോ വി ഗോയിങ് ടു ഈറ്റ്. യെസ്. ആൻഡ് ഫുഡ് റിവ്യൂ. നോൺ വെജ് മാത്രം ഇഷ്ടപ്പെടുന്ന ചെറിയാപ്പ് വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ആലു പൊറാത്ത. ചെറിയാപ്പ് ഹൗസ് ആലു പൊറാത്ത കറക്റ്റ് സാധനം അല്ലേ? ചെപ്പു ഗുഡ്സ്. അഖിൽ ഹൗ ഇസ് ഇറ്റ്? തീർച്ചയായും എന്തെങ്കിലും പറയണ്ടോ? ഒരു രക്ഷയില്ല. പക്ഷെ ഒരു റിയൽ ആലു പൊറത്തേക്ക് എത്തിയോ? ഒതൻറ്റിക്. എന്നാലും കുഴപ്പമില്ല, സെറ്റാണ്. ഹലോ ഗായ്സ്, ഇവിടെയുള്ള ചെറിയ യാത്രകളൊക്കെ നമ്മൾ ആക്റ്റീവിലാണ് പോകുന്നത്. അഖിലിൻ്റെ മുടി, സ്വർണ്ണമുടി കാണാൻ നല്ല ഭംഗിയുണ്ട് ഗായ്സ്. ഫുഡ് കഴിച്ചു. ഇനി നെക്സ്റ്റ് പരിപാടികൾ പ്ലാൻ ചെയ്യണം. ഇതിവിടെ ലവ്ലി യൂണിവേഴ്സിറ്റിയുടെ ഒരു ലോഗേറ്റ് എന്ന സ്പേസ്. ഫുള്ള് ഈ സ്റ്റുഡൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നാട്ടുകാർ വളരെ കുറവാണ്. അതെ, ഇതൊക്കെ പുറത്ത് നിന്ന് ഫുള്ള് വരുത്തന്മാരാണ്. ആൻഡ് എനിത്തിങ് യു ഗെറ്റ് ഹിയർ. ഗൈസ്, നമ്മൾ അഖിലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു കാറ് റെൻ്റ് എടുത്തു. ഓക്കെ അഖിൽ. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മൾ പോവുകയാണ്. ഇതെന്താക്കില്ലേ? ഇത് ടീച്ചർമാരും ഫാക്കൽറ്റീസ് ഒക്കെ നിൽക്കുന്ന ഫ്ലാറ്റ്. അങ്ങനെ ഗൈസ്, ചെറിയാപ്പും ഇർഷാദും യാത്ര നിയന്ത്രിക്കുകയാണ്. അമൃത്സറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നയ ഗുരുദ്വാര റിസോർട്ട് ചെയ്യണം, പക്ഷെ കണ്ടിട്ട് റിസോർട്ടിന്റെ സെറ്റപ്പ് അല്ലല്ലേ. ഗുരുദ്വാര. ഓ നൈസ് മാൻ. ഇതേമാതിരി റോഡവിടെ നമ്മളെ നാട്ടിൽ ആലോചിച്ച് നോക്കി. ഗൈസ്, ഞങ്ങളിപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ദാബ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇതിൻ്റെ ബാക്കിലെ വാഷിംഗ് ആൻഡ് ബാത്ത് ഏരിയ ആണിത്. വി ആർ സിറ്റ് ഹിയർ. ഗുഡ് നൈസ് ഹോട്ടൽ. നല്ലൊരു ആംബിയൻസ്. ഇർഷാദ്, ടെൽ മീ വാട്ട് വി ഓർഡേർഡ്. എന്താ നമ്മൾ ഓർഡർ ചെയ്തത്? നമ്മൾ ബട്ടർ ചിക്കൻ, ചിക്കൻ തന്തൂരി, ബട്ടർ നാൻ. ഹലോ ഗൈസ്, ഫുഡ് എന്ന അവസ്ഥയിൽ വ്ളോഗ് ചെയ്യാൻ മറന്നുപോയി. ബട്ടർ ചിക്കൻ ആ ഗയാ.
വിത്ത് ഇതിൻ്റെ പേരെന്താ? റൊട്ടി. ബ്യൂട്ടിഫുൾ, നൈസ്. ചെറിയാപ്പ് ഫുള്ളി ഹാപ്പി. ബട്ടർ ചിക്കൻ വൈബിന് ശേഷം, തന്തൂരി വൈബിന് ശേഷം അടുത്തായി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ചിക്കൻ ക്രൈ ചിക്കൻ. ക്രൈ ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ്. യാ, ഇറ്റ്സ് ഗുഡ്. നാടൻ കറി പോലെ. നാടൻ കറി ഇങ്ങനെ വെള്ളം കുറച്ചുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും ആ സെറ്റപ്പ്. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലാണ് പഞ്ചാബി റസോയ്. നല്ല ഫുഡായിരുന്നു അല്ലേ? അപ്പോൾ വാട്ട് യു വുഡ് മോസ്റ്റ് ലൈക്ക് ഇൻ ചിക്കൻ മേ? തന്തൂരി ഓർ തന്തൂരി? ചെറിയാപ്പോ എനിക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെട്ടതാ തന്തൂരി. ഇപ്പം നല്ല അഭിപ്രായം പറഞ്ഞില്ലല്ലോ അതിന്. അതിനോട് കമ്പനി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അയാൾ നമുക്ക് ഒരു കുപ്പി തണുത്ത വെള്ളം തന്നിരിക്കുന്നു, നമുക്ക് നിറച്ചു വെള്ളം. ഞാൻ കഴിച്ചാലായിട്ട് ഇഷ്ടപ്പെട്ടെന്താ? എനിക്ക് ക്രൈ ചിക്കൻ. യു? തന്തൂരി. ചെറിയാപ്പ് ആൻഡ് അഖിൽ തന്തൂരി. യു ക്രൈ. യു ദോനോ. ഐ ആം ദോനോ. വിത്ത് യു. ഗിവ് മീ ഹാൻഡ് മാൻ. ബാ, കം ഓൺ. ഓക്കെ. ഹലോ ഗൈസ്, ഇനി അമൃത്സറിലേക്ക് എത്താൻ ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. ഒരു ചെറിയ മഴ നമ്മെ വരേറ്റിരിക്കുകയാണ്. നല്ല പീസ്ഫുൾ റോഡാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷേ ഒരുപാട് ലേറ്റായി. ഭക്ഷണത്തിന് ഒരുപാട് സമയമെടുത്തു, ഇറങ്ങാൻ സമയമായി. സോ വി ആർ ലേറ്റ്. ആൻഡ് വാഗാ ബോർഡർ അല്ലേ? വാഗാ ബോർഡർ നമുക്ക് മിസ്സായി. ഫുഡ് കഴിക്കാൻ കുറേ സമയം നമ്മൾ എടുത്തതുകൊണ്ടാണ് നമുക്ക് വാഗാ ബോർഡർ മിസ്സായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ അമൃത്സർ പോകും. വാഗാ ബോർഡർ വേറെ ദിവസം. Guys, we are reached at Golden Temple main gate. Golden Temple മുമ്പിൽ എത്തിയിട്ടുണ്ട്. കാറിൻ്റെ ഇവിടെ ചെറിയ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവ സ്തൂപം. It's beautiful, right? Wow, it's beautiful. ഗൈസ്, ഇനി കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തും. ഗൈസ്, ആകെ മൊത്തം ഓട്ടോറിക്ഷയുടെ ഒരു വിപുലമായ ശേഖരമാണ് നിങ്ങൾ മുന്നിൽ കണ്ടു കഴിക്കുന്നത്. വളരെ വൈബിളൊരു യാത്രയാണത്. തൊട്ടില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലോഗ് ഗൈസ്. ഗൈസ്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ റിക്ഷയിൽ പോവാണ്. ഞങ്ങൾ മൂപ്പരെ ഏൽപ്പിച്ച് പോവാണ്. മുത്താണ് മുത്ത്. നമ്മളൊരു ചെറിയ ഒരു ഗോഡൗൺ ഏരിയയിലൂടെയാണ് പോണത്. ഉള്ള കേസ് ഞങ്ങളിപ്പോൾ ഈ തെരുവുകളിലൂടെ ഇങ്ങനെ ഈ റിക്ഷയുമായിട്ട് പോകണം. ഭയങ്കര വൈബാണിത്. ഇതിൻ്റെ വേറെ വ്യൂ കിട്ടണമെങ്കിൽ വേറെ ഈ റിക്ഷ എന്താ, ദിസ് ഈസ് ഈ റിക്ഷ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗൈസ്, സോ ബ്യൂട്ടിഫുൾ. വളരെ എന്താ പറയുക, തൊട്ടുരുമ്മി ആണോ ഒരു ബൈക്ക് വരുന്നുണ്ടോ? വാട്ട് എ ബോർഡ്, വൈഡ് ആംഗിൾ. യെസ്, വൈഡ് ആംഗിളെ വിട്ടതാണ്. വളരെ തട്ടിയില്ല. നടക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അതിലൂടെയാണ് ഇവിടെ വണ്ടി കൊണ്ട് പോകുന്നത്. ഫുൾ വൈബാണ് ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. സ്വർണ്ണാഭരണത്തിന്റെ ശാല. ബ്യൂട്ടിഫുൾ ഗൈസ്. ഒരു വണ്ടി വരുന്നുണ്ട്. ഒരു പ്രഷർക്ക് വണ്ടി കാണിച്ചു കൊടുക്കട്ടെ. എന്താ ഒരു യെസ്, ഇത്ര വലിപ്പേ ഉള്ളൂ. സെറ്റല്ലേ ഗൈസ്? ഇപ്പോൾ നമ്മൾ ഓട്ടോ ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള വഴി നോക്കാനുണ്ട്. ബ്യൂട്ടിഫുൾ ആണ്. രാത്രി അതിമനോഹരമാണ് കാഴ്ചകൾ. റിയലി ബ്യൂട്ടിഫുൾ ഗൈസ്. റിയലി ബ്യൂട്ടിഫുൾ ഗൈസ്. ചെറിയാപ്പോ, ഹൗ ഇസ് ഇറ്റ്? നൈസ്. ഗോൾഡൻ ടെമ്പിൾ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ആയിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ബ്യൂട്ടിഫുൾ. ഈ വഴിയുടെ നമ്മൾ പതിയെ അങ്ങനെ ഉള്ളിലോട്ട് പോകണം. ഇവിടെ ചെരുപ്പൊക്കെ കൊടുക്കണം.
നല്ല തിരക്കാണ് ഗൈസ്. ഞങ്ങളിവിടെ ചെരുപ്പ് ഇവിടെ ഷൂ സ്റ്റാൻഡിൽ ഏൽപ്പിച്ചു. അത് ഫ്രീ സർവീസാണ്. ദെൻ വി ആർ ഗോയിങ് ടു മെയിൻ ഗേറ്റ് ആൻഡ് എൻ്ററിങ് ടു ഗോൾഡൻ ടെമ്പിൾ. ഹലോ ഗൈസ്, നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിൾ കയറാളെ കെട്ടി ചെറിയാപ്പാണ് എന്നെ കെട്ടി തന്നത്. ഇതാ ഇർഷാദ് കെട്ടുന്നു. ഇർഷാദിന് കെട്ടി കൊടുക്കണം. ഇർഷാദ് ടേക്ക് ഗിവ് മി എ ലുക്ക്. ഇർഷാദ് നൈസ് బ్యూటిఫుల్. ఇదన్నావు చెప్పు చెప్పండి. ഇവിടെ ബോർഡ് കണ്ടില്ലേ, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ അല്ല ഇടയ്ക്കൊക്കെ എടുക്കുള്ളൂ, അത്യാവശ്യത്തിന് മാത്രം ഗൈസ്. ഇർഷാദ്, ഹൗ ഇസ് എക്സ്പീരിയൻസ്? നമ്മൾ ഇവിടെ ഒഴിവാക്കി നമ്മളെ തലയെക്കെട്ട്. ഓക്കെ, പിന്നെ കുറേ വീഡിയോ എടുത്തിരുന്നു. ഒക്കെ വീഡിയോ വാങ്ങി ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ, പ്രൊഹിബിറ്റഡ് ഉള്ള വീഡിയോ മൊത്തം അമ്മമാർ വന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഒരുപാട് വീഡിയോ ഉണ്ട്. ഡിലീറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ആദ്യം ഡിലീറ്റ് ചെയ്ത് പിന്നെ വീണ്ടും ഹിസ്റ്ററിയിൽ പോയി റീസെൻ്റ്ലി ഡിലീറ്റഡ് അവിടെ പോയി ഡിലീറ്റ്. അതെ, വലിയ പുള്ളികളാണ്. നടക്കൂല, ഒരു പരിപാടി നടക്കൂല. ഒരു ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് ഇതിൽ ആഡ് തീർക്കാം. അതെ, ഫോട്ടോസും പിന്നെ കുറച്ച് ലാസ്റ്റ് എടുത്ത കുറച്ച് വീഡിയോസും ഇതിലുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ എൻട്രി ഒന്നും മിസ്സായി ഉണ്ടാവുന്നത്. അതെ, അതാണ് കാരണം. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതെ, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ അഖിലിൻ്റെ റൂമിലോട്ട്. ഒരു 12 മണിയാകുമ്പോൾ തന്നെ ഇപ്പോൾ പറ്റുന്ന ഭക്ഷണം കഴിക്കണം. അതെ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് കറങ്ങാം. അതെ അതെ അതെ, വലിയ മാർക്കറ്റ് ഉണ്ട്. യെസ് യെസ്. ഇതിൻ്റെ ഔട്ട് സൈഡിൽ 3 ഗേറ്റ് ഉണ്ട്. 3 ഗേറ്റിൽ എവിടെ ഇറങ്ങിയാലും മാർക്കറ്റ് കിട്ടും. ഇവിടെ ഷൂ എത്ര 5-ലല്ലേ? നമ്മൾ കൊടുത്തത് മേടിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതിൻ്റെ തിരക്കാണിത്. അതെ, നമ്മൾ ഷൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ടോക്കണാണ്. ഗുജറാത്ത് നമ്മുടെ പഞ്ചാബിയിലാണ് എഴുതിയത്. ഇത് എത്രയും നമുക്ക് മനസ്സിലായില്ല. ഇതവിടെ കൊടുത്താൽ നമുക്ക് നമ്മളെ കൊടുത്ത ഷൂ കിട്ടും. അതെ, നമ്മൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലല്ലോ. ചാർജ് ഒന്നുമില്ല. ഗൈസ്, ഇവിടെ എന്തൊക്കെയുള്ളത്? കുൽഫി ആണോ ലസ്സി രണ്ടും വേണം? നമ്മളിവിടെ കുൽഫിയും അതുപോലെ ലസ്സിയും വാങ്ങാൻ വന്നാണ്. കുൽഫി അവിടെ കുൽഫി വാങ്ങിയിരിക്കുകയാണ്. കുൽഫി ലസ്സിയും അതുപോലെ വേറെ എന്താ കൂട്ടി നമുക്ക് കഴിക്കാനുള്ളത്? കുൽഫി ലസ്സി വേറെ നീ കഴിക്കാനുണ്ടോ? ഗൈസ്, കുൽഫിക്ക് ശേഷം ചിലപ്പോൾ കുൽഫി ഉണ്ട്, പൊളിയല്ലേ? ലസ്സി എത്തിയിരിക്കുകയാണ്. ലസ്സി എത്തിയിരിക്കുകയാണ് ഗൈസ്. അടുത്ത സാധനം ഓർഡർ ആയിരിക്കുകയാണ് ഗൈസ്. ഹൗസി ബദാം മിൽക്ക്. നൈസ്. നമ്മൾ ബദാം മിൽക്ക് ഇവിടെ എല്ലാവരും മിൽക്ക് ബദാം എന്ന് പറയും. മിൽക്ക് ബദാം. മിൽക്ക് ബദാം. ഞാൻ ചോദിച്ചു ബദാം മിൽക്കാണോ? നല്ല മിൽക്ക് ബദാം. മിൽക്ക് ബദാം. നല്ല തിരക്കാണ് ഗൈസ്. ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഗൈസ്. നൈസ്. ആൻഡ് ചെറിയാപ്പ് ഷോപ്പിംഗ്. ചെറിയാപ്പ് വൻ ഷോപ്പിങ്ങിലാണ് ഗൈസ്. യെസ്. ആ സീറ്റ് കാണിച്ചെടുത്ത പ്രേക്ഷകർക്ക് ബ്യൂട്ടി അല്ലേ? സോ ബ്യൂട്ടിഫുള്ളാ. അഖിലേ, ഇർഷ എവിടെ? അങ്ങനെ വലിയൊരു മാർക്കറ്റായിരുന്നു ഗൈസ്. അത് കണ്ടു. ഭയങ്കര തിരക്കാണ്. അതാണ് വീഡിയോ വ്ളോഗ് ചെയ്തിരുന്നത്. അഖിലിപ്പോൾ ഡൗൺ ആയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷേ രാത്രി കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. യെസ് യെസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് നിന്നൊക്കെ നടക്കുകയാണ്. ഇവിടെ എല്ലാ ബിൽഡിങ്സിനും ഒരു യൂണിഫോമിറ്റി ഗവൺമെൻറ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാം അല്ലേ അറിയാപ്പോൾ ഉണ്ടല്ലേ? എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ. അതെ, ബിൽഡിങ്സൊക്കെ ഒരുപോലെയാണ്. പക്ഷേ കടയുടെ പേര് അവൻ ചൂസ് ചെയ്യുന്ന പേരുകൾ അതിന് എന്ത് ചെയ്യാം, നമുക്ക് ഇടും ചെയ്യാം. പക്ഷേ
ഇവിടെയാണ് ഞങ്ങൾ കാറ് വെച്ചത്, ബ്രദേഴ്സ് ധാബ.